السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن جابر رضي الله عنه قال: لعن رسول الله صلى الله عليه وسلم آكل الربا وموكله وكاتبه وشاهديه وقالهم سواء. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇസ്ലാം വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തിട്ടുള്ള മഹാപാപങ്ങളിൽ ഒന്നായി എണ്ണിയിട്ടുള്ള ഒന്നാണ് റിബ, പലിശ എന്നുള്ളത്. പൊതുസമൂഹം ഇന്ന് വളരെ നിസ്സാരമായി കാണുന്ന മഹാപാപം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകിയ ഉപദേശം കാണാൻ പറ്റും. ഇജ്തനിബു സബഅൽ മൂബിഖാതി, നാശകരങ്ങളായ 7 മഹാപാപങ്ങൾ നിങ്ങൾ വർജിക്കുവിൻ. അതുവരെ പരിചയമില്ലാത്ത നാശകരങ്ങളായ 7 കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുന്ന, അല്ലാഹുവിന്റെ റസൂലേ, എന്തൊക്കെയാണ് 7 എണ്ണം? قال الشرك والسحر وقتل النفس وأكل الربا وأكل مال اليتيم وتولي يوم الزحف وكذف المحصنات المؤمنات الغافلات. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. ഒന്ന് ശിർക്ക്, മറ്റൊന്ന് സിഹർ, വേറെ ഒന്ന് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി ആദരണീയമായി കണക്കാക്കിയിട്ടുള്ള നഫ്സിനെ, ആത്മാവിനെ, ദേഹത്തെ, മനുഷ്യനെ അകാരണമായി വധിക്കുക എന്നുള്ളത്. വഅക്ലു റിബ, പലിശ ഭുജിക്കുക എന്നുള്ളത്. വഅക്ലു മാലൽ യതീം, അനാഥയുടെ സ്വത്ത് ഭുജിക്കുക എന്നുള്ളത്. വതവല്ലി യൗമുസ് സഹ്ഫ്, യുദ്ധ രണാങ്കണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അനാവശ്യ കാര്യങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരും പവിത്രത കാത്തു സൂക്ഷിക്കുന്നവരുമായ വിശ്വാസിനികളായ ആളുകളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണങ്ങൾ പറഞ്ഞു വരുത്തുക. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് അക്ലുർ റിബ എന്നാണ്. പലിശയുമായി ബന്ധപ്പെടുന്ന യാതൊന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത് ഉണ്ടാവുകയില്ല. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം അതിനുണ്ട് എന്നുള്ളതാണ്. അത് വീടാണെങ്കിൽ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. വാഹനമാണെങ്കിൽ തൽക്കാലം അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നൊരു ബർക്കത്തുണ്ടല്ലോ, അതുണ്ടാവില്ല. ഉപകരണങ്ങൾ ഉണ്ടാവില്ല. ഇന്നിപ്പോ നമ്മളിങ്ങനെ നരകത്തിലേക്ക് മാടി വിളിക്കുകയാണ്. EMI മറ്റത് മറിച്ചത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വെറുതെ പോയി നിന്ന് കൊടുത്താൽ മതി. 0% പലിശയിൽ എന്ന് തുടങ്ങിയിട്ടാണ് നിന്ന് കൊടുത്താൽ നമ്മളങ്ങനെ പലിശക്കാരൻ വിഴുങ്ങുന്ന ആധുനിക സംവിധാനമാണുള്ളത്. വേണ്ട, ആരും ആരുടെയും വീട്ടു പഠിക്കലോ കച്ചവടത്തിന്റെ പഠിക്കലോ ഒന്നും വേണ്ട. നമ്മുടെ പഠിക്കലേക്ക് ഇങ്ങോട്ട് വരും ബാഗുമായിട്ട്. രാവിലെ 100 രൂപക്ക് 7.5 രൂപ അല്ലെങ്കിൽ 12 രൂപ, 1000 രൂപക്ക് കൂട്ടിക്കും. ഒരു പ്രാവശ്യം വന്ന് പെട്ടാൽ പിന്നെ ചെലന്തി വലയിൽ പെട്ടതുപോലെ പിന്നെ അതൊന്നും രക്ഷയില്ല. എല്ലാ ആഴ്ചയും ഉണ്ടാവും. ഇങ്ങനെ പലിശയുടെ നൂലാമാലയിൽ കിടന്ന് ജീവൻ പടയുന്ന ആൾക്കാരുണ്ടല്ലോ സഹോദരങ്ങളെ. ദുനിയാവിൽ ഒരു കാലത്തും അതിൽ നിന്ന് മുക്തി നേടുകയില്ല എന്നതോടൊപ്പം തന്നെ നമ്മെ നരകത്തിലേക്ക് തള്ളിയിടുന്ന മഹാദുരന്തം കൂടിയാണ് അത്. സ്വർഗം നഷ്ടപ്പെടുത്തി കളയും. താൽക്കാലികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി കണ്ണു ചിമ്മിയിട്ട് ഇനിയിപ്പോൾ ആരോടെ ചോദിക്കുക എവിടുന്ന കിട്ടുക എന്നൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞ് അവസാനം കൊണ്ടുപോയിട്ട് ബ്ലേഡിന് തല വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയാം, ബ്ലേഡ് എന്നാണ് പറയാം. നാളെ ശാശ്വതമായ നരകത്തിലായിരിക്കും ഇരിപ്പിടം ഉണ്ടാവുക. ആരൊക്കെ? വാങ്ങുന്നോ മാത്രം അല്ല, സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ജാമ്യം നിൽക്കുന്നവര്, ബാങ്കിൽ പലിശക്ക് വേണ്ടി അല്ലെങ്കിൽ ലോണിന് വേണ്ടി കാത്തു നിൽക്കുന്ന കൂട്ടത്തിൽ ഒന്ന് പേന നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എഴുതാൻ കൊടുക്കുന്ന പേനയുടെ ഉടമ വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്, ആക്കില റിബ, പലിശ തിന്നുന്നവനെ, വമൂക്കിലഹു, അത് തീറ്റുന്നവരെ, എന്നാണ് വാങ്ങുന്നവരെ, കൊടുക്കുന്നവരെ എന്നർത്ഥം. വകാതിബഹു, അതിന്റെ കണക്ക് നോക്കുന്നത്. അതുകൊണ്ട് ബാങ്കിലെ ജോലി വേണ്ട എന്ന് ഇസ്ലാം പഠിപ്പിക്കാനുള്ള കാരണം എന്താ? അതിന്റെ കാത്തിബായതുകൊണ്ടാണ്. തീർന്നോ? ഇല്ല. വശാഹിദൈഹി, അതിന്റെ സാക്ഷികളും ഒക്കെ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപത്തിന് ഹേതുവായവരാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞതോ വഖാലഹും സവാഉ, അവരൊക്കെയും ശിക്ഷയിൽ സമന്മാരാണ്. വാങ്ങുന്നവനും കൊടുക്കുന്നവനും സാക്ഷിയും എഴുത്തുകാരനും ഒക്കെ കിട്ടുന്ന ശിക്ഷ ദുരന്തമായിരിക്കും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരം ദുരന്തപൂർണമായ അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ഉപജീവന മാർഗത്തിൽ ഹലാൽ ആയത് മാത്രമാണ് എന്ന് സമാശ്വസിക്കാൻ വക നൽകുന്ന വിധത്തിൽ സുരക്ഷിതമായ ധനസമ്പാദന മാർഗങ്ങൾ ആലോചിക്കുകയും ഹറാം കടന്നു വരുന്ന എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ജീവിത ഉപാധിയായ ഉപജീവനം സംശുദ്ധമാക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസിന ബിറദല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.